അമ്മേ എനിക്കൊരു മേഗി ഉണ്ടാക്കി തരുമോ? ഉണ്ടാക്കി തരാലോ. വെറൈറ്റി ഉള്ള മേഗി ഉണ്ടാക്കി തന്നെ കേട്ടാ. എൻ്റെ മോൾക്ക് മാഗി കഴിക്കണമെന്ന്. അവൾക്ക് മാഗി ഉണ്ടാക്കാൻ പോകണ്ട ഞാൻ. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് നല്ല ടേസ്റ്റോട് കൂടി ഒരു മാഗി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം തന്നെ ഞാൻ വെള്ളം ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വെള്ളം അടുപ്പത്ത് വെച്ച് തിളപ്പിക്കാൻ പോകണം കേട്ടോ. വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് മാഗി ഇതിലേക്ക് ഇടാം കേട്ടോ. ഇത് തിളപ്പിച്ചെടുക്കാം. തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കൊഴുപ്പൊക്കെ നമുക്ക് കളയാം. കൊഴുപ്പൊന്നും നമ്മൾക്ക് കുട്ടികൾ കൊടുക്കാൻ അത്ര നല്ലതൊന്നല്ല. ഇത്രയും നാളിനിടയ്ക്ക് ഇതുവരെയും ഒരുമിച്ച് ഇട്ട് സൂപ്പ് പോലെ ഉണ്ടാക്കി കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇതേപോലെ തിളപ്പിച്ചാണ് ഞാൻ മാഗി ഉണ്ടാക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. സവാള, ഉരുളക്കിഴങ്ങും ക്യാരറ്റും ചെറുതായിട്ടുണ്ട് സ്ലൈസായിട്ട് അരിഞ്ഞ് വെച്ചേക്കണം കേട്ടോ. അത് നമുക്ക് വാട്ടിയെടുക്കാൻ എളുപ്പമാണ്. കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും പച്ചമുളകും, 3 മുട്ട. 2 3 5 ആയാലും കുഴപ്പമില്ല കേട്ടോ. അധികമായാലും കുഴപ്പമൊന്നുമില്ല. കഴിക്കാൻ ഇഷ്ടമുള്ള പിള്ളേർ കഴിക്കാം. കുരുമുളക് പൊടി, മസാലപ്പൊടി, മസാല നമ്മൾ പൊടിച്ചതാണ് കേട്ടോ. ഉപ്പ്. തിളച്ച് വേവണ്ട. ഇതിൻ്റെ കൊഴുപ്പൊക്കെ ഒന്ന് ഇളകിയിട്ടുണ്ട്. ഊറ്റി മാറ്റാം. തിളപ്പിച്ച് ഊറ്റി മാറ്റിയിട്ടുണ്ടേ. ചട്ടി ചൂടായിട്ടുണ്ട് കേട്ടോ. എണ്ണ ഒഴിക്കഴിഞ്ഞ് ചിക്കി എടുക്കാം കേട്ടോ. ചിക്കി മാറ്റാം നമുക്കിതിൽ നിന്ന്. ഉള്ളുപ്പിടാം കുടിക്കാനും മുട്ടയ്ക്ക്. ഇതിലേക്ക് മാറ്റാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഉരുളക്കിഴങ്ങ്, സവാള, ക്യാരറ്റ്, പച്ചമുളകും ഇതിലിടുന്നു. കറിവേപ്പില കേട്ടോ. ഉപ്പിടാം. എൻ്റെ അമ്മയ്ക്ക് മാഗി വേണമെന്ന്. അപ്പം അമ്മ മാഗി അമ്മ ഉണ്ടാക്കിയിട്ട് ഇത് കാണിച്ചു തരാം കേട്ടാ. പിന്നെ ഇത് അടച്ചേക്കാൻ പോണേ. നോക്കാം കേട്ടോ. വാടിയിട്ടുണ്ട്. അധികം വെന്തുടയണ്ട. ഒന്ന് കടിക്കണം നമ്മൾ അത് കഴിക്കുമ്പോഴേ. എന്നാലും അതൊരു ടേസ്റ്റ് ഉള്ളൂ. വെന്തുടഞ്ഞു കഴിഞ്ഞാൽ ഒരു സുഖം ഉണ്ടാവില്ല. ഇത് വാടിയിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് നൈസായിട്ടാണ് അരിഞ്ഞേക്കണ. ഇതിലേക്ക് 1 സ്പൂൺ മസാലപ്പൊടി ഇടാം. എരിവൊന്നും ചേർത്തിട്ടില്ല. 3 പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത്. ഇനി 1 നുള്ള് കുരുമുളക് പൊടി ഇടാം. നേരിയൊരു എരി കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. നുള്ളു മഞ്ഞൾപ്പൊടി. അപ്പോൾ നിറം കിട്ടിയില്ലേ? കാണാനൊരു ഭംഗിയുണ്ട് അല്ലേ? ഇതിൽ കൂടെ മുട്ടയിട്ട് ചിക്കാൻ പോണം. ഇത് വാടിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ മുട്ട വെട്ടി ഒഴിച്ച് ചിക്കി എടുക്കാം കേട്ടോ. അപ്പോഴും കുഴപ്പമില്ല, നന്നായിരിക്കും. ഇതൊന്നും ആദ്യം വെറുതെ ഞാൻ വാട്ടി വെച്ചതാണ്. അപ്പോൾ ഇത്തിരി കൂടുതൽ വലിയ കഷ്ണങ്ങൾ പോലെ കിട്ടുമല്ലോ കുട്ടികൾ കടിച്ച് തിന്നാനായിട്ട്. അല്ലെങ്കിൽ പൊടി പൊടി പോലെ നമുക്കിതിൽ ഒഴിച്ച് ഇങ്ങനെ ചിക്കി എടുക്കാം. അതിൻ്റെ രസം ഉണ്ടാവും. ഇനി മാഗി ഇടാം കേട്ടോ. ഇത് വെള്ളം ഞാൻ ഇത്തിരി പച്ചവെള്ളം ഒഴിച്ചൊന്ന് കട്ട പോലെ ആവും. ഇത് തിളപ്പിച്ച് വയ്ക്കുമ്പോഴേ ഒന്ന് ലൂസാക്കി എടുത്താണ് കേട്ടത്.
ഇതിലുണ്ടായ മാഗിയുടെ ഒരു കവറിലുണ്ടായ മാഗി ഇതാണ് മസാലയാണ്. ഇതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം വേണ്ടല്ല, കുറവ് വേണ്ടല്ല. അപ്പം അതുകൊണ്ട് അതും കൂടി ഇടുന്നുണ്ട്. ഒരെണ്ണിടുന്നുള്ളൂ. അപ്പം മാഗിയുടെ പരിപാടി കഴിഞ്ഞു. ഇതിൻ്റെ എന്താ മാഗി തിളപ്പിച്ചതിൻ്റെ വെള്ളമാണത്. ഇതൊന്ന് തണുക്കുമ്പോൾ ശരിക്കും നല്ല കട്ടിയായിട്ടുള്ള കൊഴുപ്പായിരിക്കും. അപ്പോൾ അത് നമ്മുടെ മക്കളുടെ വയറ്റിൽ ചെന്ന് അത്ര നല്ലതല്ലല്ലോ. അത് ഞാൻ എൻ്റെ മക്കളുടെ കുഞ്ഞു പ്രായത്തിൽ തുടങ്ങി ഞാൻ ഉപയോഗിക്കാറില്ല. തീ ഓഫ് ചെയ്യണം കേട്ടോ. പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. ഇത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ മോളെ വിളിച്ച് കൊടുക്കട്ടെ. ശ്രീകുട്ടി വാ. ടേസ്റ്റായ നോക്കട്ടോ. വയറിറച്ച് കഴിച്ചോ? മക്കൾക്കും കൊടുക്കണം. അവർക്ക് അമ്മയ്ക്ക് അമ്മ പറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ ശ്രീകുട്ടി അമ്മ പറഞ്ഞോ എന്നാണ് ചോദിക്കണ. ചൂട് ചൂട് ഇഷ്ടമായ? സൂപ്പറായി. നമ്മൾ ഉണ്ടാക്കണേലും രസമുണ്ട്. നല്ല രസമുണ്ട്. അത് പറയാൻ പറ്റാത്ത രസമാണെന്ന്. എന്തോ നല്ല സൂപ്പറായിട്ടുണ്ട്. മുട്ടയും ആ വെജിറ്റബിൾസും എല്ലാം കൂടി അങ്ങോട്ട് മസാലയും. ഈ ഒരു റെസിപ്പി ഈ ഒരു ടൈപ്പിൽ ഞാൻ വേറെ എവിടെ ഉണ്ടാക്കിയാലും കണ്ടിട്ടില്ല. കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഒരു വെറൈറ്റി സൂപ്പറായിട്ടുണ്ട്. എന്തായാലും നന്നായിട്ടുണ്ട്. വലിച്ചു കഴിക്കാം. അത് നമുക്ക് ഉണ്ടാക്കി തരാറില്ല. അത് അങ്ങനെയല്ല, അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറില്ലല്ലോ. അമ്മ ഉണ്ടാക്കട്ടെ. ഞാൻ കൂടുതലും 2 ടീസ്പൂൺ ഇട്ട് കൊറിയാണ് കഴിച്ചിട്ടുള്ളത്. മറ്റേ വലിച്ചു കഴിക്കണത് അമ്മ വെള്ളത്തോടില്ല. അതൊട്ടും ഉണ്ടാക്കിയിട്ടില്ല. വെള്ളത്തോടുകൂടി അമ്മ ഉണ്ടാക്കിയിട്ടില്ല. ഇതേപോലെ ഒട്ടക്കിട്ട് ചിക്കനല്ല. ഇതാണ് നമുക്ക് ഇഷ്ടം. സൂപ്പറായിട്ടുണ്ട്. ഇനിയിപ്പോൾ വയറിറച്ച് കഴിച്ചോ? ചേട്ടനും കൊടുക്കണം, മോനും കഴിച്ചോ, അവർക്കും കൊടുക്കും. വലിയ ചെക്കനായി പോക്കണില്ല. ഇഷ്ടായ? സൂപ്പറായ? കൊള്ളാമോ? അടിപൊളിയാണോ? വയറിറച്ച് തിന്നോ? ഓടിയാ ഓടിയാ അമ്മ മോൾ ഓടിയാ. അമ്മ വാ തരാ. ബാ. ആ തരാ തരാ അമ്മ തരാ. ആ ടി വി ആണ് അവിടേക്ക് പോയി തിന്നാട്ടാ. ആ കൊള്ളാമോ? ഇഷ്ടായ? ആ പുഫൂണിൽ പോയി പേപ്പലൊക്കെ ഞാൻ കളഞ്ഞുതരാം. ആ കളയാട്ടാ. വേപ്പിലൊന്നും വേണ്ടല്ലോ മോനി. സൂപ്പറായി എങ്ങനെ പറയാ? സൂപ്പറായി. എങ്ങനെ പറയാ സൂപ്പറായിന്ന്? പറഞ്ഞേ പറഞ്ഞേ. എങ്ങനെയാണ് പറയാ? സൂപ്പറായി. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കുമ്പോഴാവുന്നതും കൊഴുപ്പ് കളഞ്ഞെടുക്കാൻ നോക്കുക. അതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മൾക്ക് കഴിക്കണമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. സൂപ്പൊക്കെ വെച്ച് കുടിക്കുന്ന ആൾക്കാരുണ്ട്. ഇത് കളയാതെ, കൊഴുപ്പൊന്നും കളയാതെ സൂപ്പൊക്കെ വെച്ച് കുടിക്കുന്നവരുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഒരു താല്പര്യങ്ങളുണ്ടാവും അല്ലേ. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇവിടെ കഴിഞ്ഞു കേട്ടോ. ഞാൻ അടുത്ത പരിപാടി കാണാം. പരിപാടി എന്ന് വെച്ചാൽ വീഡിയോ. ബൈ 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 ബൈ. തരാട്ടാ.
ആ കഴിക്കാം. എന്നാ വെക്ക്, അങ്ങോട്ട് പോവാട്ടാ. വേപ്പില മാറ്റി തരാട്ടമ്മ. ഇഷ്ടായല്ലേ? അങ്ങനെ